வாழ்க்கை என்பதே அன்பினில். ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയിലും വരുന്നൊരു കമൻറ്റാണ്, ചേച്ചി ലെൻസ് നോക്കി സംസാരിക്കൂ, ലെൻസ് നോക്കി സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഞാൻ പറയട്ടെ, ഞാൻ വീഡിയോ ബാക്ക് ക്യാമിലല്ല ഫ്രണ്ട് ക്യാമിലാണ് എടുക്കുക. ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ ഇങ്ങനെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഡയറക്റ്റ് എൻ്റെ ഫേസ് നോക്കിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ക്യാമറ നോക്കി അല്ലെങ്കിൽ ഈ ലെൻസ് നോക്കി വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഡിസ്കംഫോർട്ടാണ്. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. മേ ബി ഹോപ്പ്ഫുള്ളി ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മുമ്പും കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഒരു തവണ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയെങ്കിലും എനിക്ക് തീരെ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റി പിടിച്ചത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വീഡിയോ ബിഗ് ബോസ് കോണ്ടന്റ്. ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾറെഡി ഇത് ഏതാ കോണ്ടന്റ് എന്നുള്ളത് അറിയാം. ആസ് യൂഷ്വൽ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത്. ഓക്കെ, അപ്പം അനീഷും അനിമോളും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ പ്രീവിയസ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തി ഓഫ് കോഴ്സ് അനീഷായിരുന്നു. സപ്പോർട്ട് ചെയ്തു ഇൻ ദ കേസ് എനിക്ക് ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന രീതി അല്ലെങ്കിൽ ആര് വിജയിക്കണം എന്ന് ചോദിച്ച സമയത്തൊക്കെ എനിക്ക് വിജയിക്കണം എന്ന് തോന്നിയ ഒരാൾ ആരാ എന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഞാൻ പറയും, എനിക്ക് ലാസ്റ്റ് സീസണിൽ എനിക്ക് അനീഷിനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഈവൻ ബിഗ് ബോസിലുള്ള പല കണ്ടസ്റ്റൻസും വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലക്ക് പല ഫാക്ടേഴ്സ് കാരണം വിജയിച്ചിട്ടുള്ളത് അനുമോളാണ്. അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ബിഗ് ബോസ് ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെയും ഞാൻ ലൈവ് വന്ന സമയത്ത് ഏതോ ഒരാൾ എൻ്റെ ലൈവിൽ ചോദിച്ചിരുന്നു അനീഷിൻ്റെ കോണ്ടാക്ട് കിട്ടുമോ എന്നുള്ളത്. അന്നേ ഞാൻ പറഞ്ഞു ഞാൻ അനീഷിൻ്റെ PR ഒന്നുമല്ല. പലരും എന്നെ അനീഷിൻ്റെ PR എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൺ അനിമോൾ ഫാൻസും എന്നെ വന്ന് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിലും പറഞ്ഞു ഞാൻ അനീഷിൻ്റെ PR ഒന്നുമല്ല. അന്നൊരു കണ്ടൻറ്റായി ചെയ്തു, അതവിടെ കഴിഞ്ഞു വിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ അനീഷ് ഫാൻസിനോ വിത്ത് റെസ്പെക്ട് ഞാൻ പറയുകയാണ്, ഐ ലവ് അനീഷ്, ഐ സപ്പോർട്ട് അനീഷ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ്ലി അനീഷിൻ്റെ സ്റ്റൈലിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ എവിടേക്കൊക്കെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ സൈഡ് വെച്ച് നോക്കുന്ന സമയം കുറേയൊക്കെ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട്. അപ്പം ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കണ്ട. അപ്പം എല്ലാത്തിൻ്റെ ആരംഭത്തിലോട്ട് പോവാം. എല്ലാത്തിൻ്റെ ആരംഭം ഒരു അവാർഡിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കും അവാർഡിൽ നിന്നോ? യെസ്, അവാർഡിൽ നിന്നും. നമ്മുടെ അനീഷ് ഏട്ടന് ഒരു അവാർഡ് കിട്ടി. ഈ അവാർഡ് റിസീവ് ചെയ്യാൻ ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ അവാർഡ് റിസീവ് ചെയ്യാൻ വേണ്ടി അനീഷേട്ടൻ വന്നപ്പം അനീഷേട്ടൻ അവാർഡ് കൊടുത്തത് ഒന്ന് നടി പ്രിയങ്ക എന്ന് പറയുന്ന നടിയും അതിൻ്റെ കൂടെ അനുമോളുമാണ്. അപ്പോൾ ഈ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് അനീഷേട്ടൻ ഒരു പോസ്റ്റ് ആളുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തു. ആ പോസ്റ്റിൽ നിന്നാണ് ഈ കോൺട്രവേഴ്സി അങ്ങ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ പോസ്റ്റ് നോക്കാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ, താങ്ക് യു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിൽ പ്രിയങ്കയുടെ ഫോട്ടോയും ഉണ്ട്, അനുമോളുടെ ഫോട്ടോയും ഉണ്ട്. അപ്പം ഇത് കേൾക്കുന്ന സമയം എനിക്കിത് ഈ പോസ്റ്റ് ഫസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിയങ്ക സിനിമാ നടി എന്ന് പറഞ്ഞു, അനുമോളിനെ കോമഡി അഭിനേത്രി എന്ന രീതിയിൽ, റൈറ്റ്? നോക്കട്ടെ എന്താ അതൊന്ന്. ടെലിവിഷൻ കോമഡി പ്രോഗ്രാം എന്ന് പറഞ്ഞ് നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിനെ ബേസിക്കലി അറിയപ്പെടുന്നത് ഫ്ലവേഴ്സ് കോമഡി സൂപ്പർ സ്റ്റാറിൽ കൂടിയാണ്. ഈവൻ അനുമോൾക്ക് ഇത്രയും ഫാൻ ബേസ് ഉള്ളത്, അനുമോളിന് എല്ലാവരും ഇത്രത്തോളം ഇഷ്ടപ്പെട്ടത്, അല്ലെ ബിഗ് ബോസിൽ അനുമോൾക്ക് കുറച്ച് വോട്ട് കിട്ടിയത്, അല്ലെ കുറേ ആൾക്കാരുടെ സ്നേഹം വന്നതൊക്കെ ഈ കോമഡി സൂപ്പർ സ്റ്റാറിൽ കൂടെ അനുമോളെ കണ്ടിട്ടാണ്, ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ.
അതിന് ശേഷമാണ് അനു ബിഗ് ബോസിൽ വരുന്നതും ബിഗ് ബോസിൽ ജയിക്കുന്നതും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഇനാഗ്രേഷനും കാര്യങ്ങളുമായി നടക്കുന്നത്. അപ്പം ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് തോന്നില്ല. എന്നാൽ ഇതിപ്പോൾ വേറൊരു വ്യക്തിയാണ് ഇത് എഴുതുന്നതെങ്കിൽ, ഇപ്പം ബിഗ് ബോസ് സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റന്റ് അല്ലാത്തൊരു വ്യക്തിയാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതെങ്കിലും ആരും പ്രത്യേകിച്ചൊന്നും പറയില്ല. എന്നാൽ ബിഗ് ബോസിൽ അനുമോളുടെ അതേ ലെവലിൽ നിന്ന് എന്ന് വെച്ചാൽ അനുമോൾ ഓർ അനീഷ് എന്ന് പറഞ്ഞ കൈ പൊക്കാൻ നിന്നതിലെ അനീഷ് ഇത് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വീഡിയോ കാണുന്ന കമൻറ്റ് ഇടുന്ന അനുമോൾ ഫാൻസ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും: എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് വിന്നർ ആയിട്ടുള്ള അനുമോൾ എന്ന് പറയാൻ അനീഷിന് സാധിച്ചില്ല? ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ശരിയാണ്. ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കം ഔട്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും, ഇപ്പം ഇവൻ ഒരാളുണ്ടല്ലോ ബ്ലെസ്ലി അല്ലേ, പണ്ടത്തെ ഒരു ബ്ലെസ്ലി ആണെങ്കിലും ഈ റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി അതിലുള്ള എല്ലാ ടീമും ഇവൻ നമുക്കറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടർ അല്ലാത്ത ടീമുകളെയൊക്കെ അന്നും ഇന്നും എന്നും അറിയപ്പെടുന്നത് ബിഗ് ബോസിന്റെ ലേബലിൽ തന്നെയാണ്. ഈവൻ ഇപ്പം ഈ സത്യഭാമയായിട്ട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയില്ല, അവളെയൊക്കെ അറിയപ്പെടുന്നത് ഈ ബിഗ് ബോസിന്റെ ലേബലിലാണ്. സോ അങ്ങനെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അനുമോളെ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് എഴുതിക്കൂടെ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അനുമോൾക്കും അത് ഫീൽ ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാർക്കും ഇതൊരുപോലെ ഫീൽ ചെയ്യാം. ഇത്രയും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു സാധനം പറഞ്ഞൂടെ എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം എന്തിടണം എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം ഇഷ്ടമാണ്, താല്പര്യമാണ്. മേ ബി അസൂയ കൊണ്ടായിരിക്കാം, കുശുമ്പ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുമോൾ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പരന്നിട്ടുള്ള ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ PR ബേസിസിൽ മാത്രമാണ് അനു ജയിച്ചത്, 16 ലക്ഷം PR വേണ്ടിയിട്ട് അനുമോൾ കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം മേ ബി താൻ ജയിക്കേണ്ട ഒരു അവസരമാണ് ഒരു പൈസേൻ്റെ ബലത്തിൽ അനുമോൾ എടുത്തത് എന്നൊരു തോന്നൽ പോയിട്ടുണ്ടാവാം. ഈവൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല ആൾക്കാരും കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളായിരുന്നു എൻ്റെ യഥാർത്ഥ വിജയി, അനുമോൾ ഇങ്ങനെ കൊണ്ടുപോയി ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ റിഫ്ലക്ഷൻ ആയിരിക്കാം മേ ബി ആളിതിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ എന്താണെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായി ഡിസ്കഷനായി. അനുമോൾ കണ്ടു, അനുമോളുടെ അക്കൗണ്ടിൽ നല്ല വെടിപ്പായിട്ട് കുറച്ച് സ്റ്റോറി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി അനുമോളുടെ സ്റ്റോറിയിലോട്ട് പോകാം. അനുമോളുടെ സ്റ്റോറിയിൽ ഫസ്റ്റ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. ഇതാണ് അനുമോളുടെ ഒരു ഫസ്റ്റ് സ്റ്റോറി. ജയിച്ചവർ മുന്നോട്ട് പോകും. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്, ആരും അത് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിപ്പോൾ 4-5 മാസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലല്ലേ കംപ്ലീറ്റ് ചെയ്ത്, ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ഓഗസ്റ്റ് അല്ല അല്ലേ, സെപ്റ്റംബർ അങ്ങനെ എന്തോ ആണ്, ഈ ഓർമ്മ കിട്ടില്ല. അപ്പം ഞാൻ വെറുതെ ഇനി വേണ്ടാത്തവരെന്ന് പറഞ്ഞ് ഇനി അടുത്തൊരു കോമഡി ആക്കണ്ട. എല്ലാവരും അതിൽ നിന്ന് മൂവ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിപ്പോഴും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം അതാ പറഞ്ഞാൽ ജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ കഥകൾ പിടിച്ചു നിൽക്കും. അതെങ്ങനെയാണല്ലോ, ജയിച്ചവർ ഓഫ്കോഴ്സ് മുന്നോട്ട് തന്നെ പോകും. അപ്പം അനു ജയിച്ചുകൊണ്ട് അനു മുന്നോട്ട് പോകുന്നു. എത്രയൊക്കെ ആണെങ്കിലും അനുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അനു ഇപ്പോൾ റീസെൻ്റ്ലി പോകുന്ന എല്ലാ പരിപാടികളും നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഇൻ്റർവ്യൂ ആണെങ്കിലും ഇനാഗ്രേഷൻ ആണെങ്കിലും, ഇൻ്റർവ്യൂ എൻ്റെ വയലെപ്പോഴും വരിക, ഇനാഗ്രേഷൻ ആണെങ്കിലും ഇനി പുറത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും അനുവിനെ കാണാൻ വേണ്ടി അത്രയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട്. വീട്ടിൻ്റെ മുമ്പിലാണെങ്കിലും ക്യാമറയാണെങ്കിലും വീഡിയോ ആണെങ്കിലും കമൻറ്റ് ആണെങ്കിലും. അപ്പോൾ ഒരുപാട് ഫാൻസ് ബേസസ് ഉള്ള വ്യക്തി തന്നെയാണ് ഈ അനു എന്ന് പറയുന്നത്. ഇപ്പം രണ്ടാമത്തെ പോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരാളുടെ മൂല്യം കുറിച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറിച്ചെഴുതാൻ ആരായാലും കഴിയില്ല. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിനോട് അഗ്രി ചെയ്യുന്ന ഒരു സാധനം. ഇപ്പോൾ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്ന ഒരു സാധനം അനീഷ് എഴുതിയില്ലെങ്കിലും സീസൺ 7 വിന്നർ ആരാ എന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും ഒരുപോലെ പറയാൻ പോകുന്ന ഒരു പേര് അനുവിൻ്റെ തന്നെയാണ്. ഇപ്പം അനീഷ് ഫാൻസിൻ്റെ മനസ്സിലൊക്കെ അനീഷ് ആയിരിക്കും വിന്നറെങ്കിലും ഇൻ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇൻ ജനറൽ ഫ്രണ്ടോട്ട് വരുന്ന സമയത്ത് ആരുടെ ടൈറ്റിൽ വിന്നർ എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിയിട്ടുള്ള ആൾ ആരാണോ അവർ തന്നെയാണ്. അവിടെ ഇനി വേറെ ഒരു സാധനവും വരുന്നില്ല. ഇതാണ് അനു ഇട്ടിട്ടുള്ള രണ്ടാമത്തെ പോസ്റ്റ്. ഈ കോമഡി എന്താണെന്ന് വെച്ചാൽ എല്ലാ പോസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും നല്ല തമാശയിലുള്ള റെക്കോർഡിങ്ങുകൾ അല്ലെങ്കിൽ വോയിസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത്,
നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും. പക്ഷേ സത്യസന്ധമായ കഴിവ് ഒരാളുടെ വാക്കുകളിൽ അല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. ഇവിടെയും അനുമോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അനുമോൾക്ക് കിട്ടിയ ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനെ താഴ്ത്തി കെട്ടി അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കാണിച്ചാലും നിങ്ങളുടെ വാക്കിലല്ല, ജനങ്ങളുടെ മനസ്സിലാണ് എൻ്റെ ഒരു വിജയം എന്നാണ് അനു എഴുതുന്നത്. അത് ഈവൻ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള കുറേ ഒച്ചപ്പാട് വഴക്കുകൾ കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, അനുമോൾ ഉയർന്നു തന്നെയാണ് വന്നിട്ടുള്ളത്. അനുമോളെ സ്നേഹിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഉമ്മ വെച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അത് ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തൊട്ടേ ഉണ്ട്. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആർക്കും കഴിയില്ല. 16 ലക്ഷം PR ആയിരുന്നു ആദ്യത്തെ ഒരു വിഷയം. ഇപ്പൊ 16 ലക്ഷം വോട്ടായി. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചാലും ആൾക്ക് വോട്ട് കിട്ടിയ ആൾ ജയിച്ച് പുറത്തിറങ്ങി. പിന്നെ അതൊരു ഈഗോ ആയിട്ടോ കോംപ്ലക്സ് ആയിട്ടോ വെക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അനുമോൾക്കും അനീഷിനും ഇപ്പം എന്താ ഇവിടെ ഒരു വിഷയം വന്നേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് എവിടേക്കോ അവരുടെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഷോ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ശരിക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തി അസൂയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അനീഷിന് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം നല്ല സ്വീകാര്യത കിട്ടി. പല സ്ഥലങ്ങളിലും അനീഷിന് പോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അനീഷിന് ഇൻവിറ്റേഷൻ വന്നു. അനീഷിനെ കുറേ പേര് ഇതിൻ്റെ ഇനാഗ്രേഷന് വിളിച്ചു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. മൈജിക്കാർ കുറേ പ്രൊഡക്റ്റ് എത്തിച്ചു. അങ്ങനെ അത്യാവശ്യം നല്ല അംഗീകാരം കിട്ടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അസൂയപ്പെടാൻ മാത്രമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി. അതിലും വലിയത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് 4 മാസമായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ലേ. 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. ഇപ്പം ഇതും കൂടെ അനുമോൾ ഇട്ടതാണ്. അതാ ഞാൻ പറയുന്നത്, ഇനി എന്തിൻ്റെയൊക്കെ പെർസ്പെക്റ്റീവിലാണെങ്കിലും, ഇനി PR ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അവസാനിച്ചു. ഇനി ബിഗ് ബോസിന്റെ പുതിയ എപ്പിസോഡ്, പുതിയ ഗെയിം, പുതിയ ടാസ്ക് കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ പഴയ ഒരു സാധനം എടുത്ത് പറയേണ്ട ആവശ്യം അനീഷിനുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് ഗെയിമിനെ എല്ലാവരും ഗെയിമായിട്ട് കാണുക. ആൻഡ് അത് ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഗെയിം കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങി നല്ല രീതിയിൽ പോവുക. അനുമായിട്ട് ഏറ്റവും കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ബിന്നിയായിരുന്നു. പക്ഷെ ബിന്നീൻ്റെ ഒരു കടയുടെ ഒരു ഈ റീസെൻ്റ്ലി ഉള്ള സാരി ഷോപ്പിൻ്റെ ഒരു ടൈം വന്ന സമയത്ത് ബിന്നി അനുവിനെ വിളിച്ചു. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ കാണാൻ പറ്റും എല്ലാവരും തീരെ കണക്റ്റഡ് ആവാത്ത വ്യക്തി അനുവാണ്. കാരണം അനുവിൻ്റെ തിരക്കും കാര്യങ്ങളും, അനുവായിട്ട് ആകെ കണക്റ്റഡ് ആയിട്ടുള്ളത് 1-2 വ്യക്തികൾ മാത്രമാണ്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഷോ ഇസ് ഷോ, ഗെയിം ഇസ് ഗെയിം. ഗെയിം കഴിഞ്ഞാൽ കം ഔട്ട് ഫ്രം ആ ഒരു കാര്യം ആൻഡ് ലീവ്. പിന്നെ അനീഷിൻ്റെ സ്റ്റോറിക്ക് റിഫ്ലക്ഷൻ ആണോ അറിയില്ല, പോയി പണി നോക്കണോ എന്നുള്ളൊരു സാധനവും കൂടെ അനുമോൾ ചേച്ചി ഇട്ടിട്ടുണ്ട്. അനുമോൾ ചേച്ചിക്ക് എന്തായാലും കാര്യമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അനുവിൻ്റെ വായിൽ നിന്ന് പൊതുവെ ഇങ്ങനത്തെ ചില വേക്കുകളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പോയി പണി നോക്കണോ എന്നുള്ളത്. അനുചേച്ചി ഇളകിയതോടുകൂടി ഞാനും ഇളകും എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് സാമ്പിൾസ് റൈറ്റ്, അനീഷ് സാമ്പിൾസിൻ്റെ ഇൻസ്റ്റഗ്രാമിലും 2 സ്റ്റോറി വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റോറി, ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ, ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ, ആ റോബോട്ടിക് PRകളും പെയ്ഡ് PRകളും രക്ഷയ്ക്കെത്തട്ടെ. ഇത് ബേസിക്കലി ആളുടെ PR-നെ കളിയാക്കുന്നതാണ്. സിമ്പിൾ, നിങ്ങൾക്ക് അനുവിൻ്റെ PR-നെയാണ് ഈ എല്ലാ മാസവും പൈസ വീതിച്ചു കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വോട്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി എത്രയൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ ഒരു പേര് അനുവിന് ഓൾറെഡി വന്നു. ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ PR ഇത്രത്തോളം ഫേമസ് ആക്കിയത് അനുമോൾ മാത്രമാണ്. രണ്ടാമത്, ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ച് ഇറങ്ങിയാലോ എന്ത് ഈ അനീഷയുടെ മലയാളിയാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഒരു സാധനം എഴുതിയതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അനീഷ് ചെയ്തത് അനുവിന് പൊള്ളിയിട്ടുണ്ട്.
പുള്ളിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ് അനുമോൾ ഇത് കാണിച്ചത്. ഇല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ തീർക്കാവുന്ന സാധനം ഈ 5ഉം 6ഉം സ്റ്റോറിയിൽ ഇട്ടത്. എത്രയൊക്കെയാണെങ്കിലും എനിക്കിതിൽ പറയാനുള്ളത്, ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കഴിഞ്ഞു. ഇനി പുതിയ ബിഗ് ബോസ് വരാനായി, പുതിയ ബിഗ് ബോസും ഗെയിമും കാര്യങ്ങളും വരാനായി. ആ ഒരു സമയം ഈ പഴയ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയൊക്കെ ആണെങ്കിലും ഒരു ഗെയിം കഴിഞ്ഞാൽ കൈ കൊടുത്ത് പിരിയുക, ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.